Dear students, welcome to the class of Engineering Thermodynamics. In this class, we will discuss the topics constant volume process, constant pressure process, and constant temperature process. Okay, നിങ്ങളുടെ സിലബസിൽ ഫസ്റ്റ് ലോ അപ്ലൈഡ് ടു നോൺ ഫ്ലോ പ്രോസസ് അങ്ങനെയാണ് ടോപ്പിക്ക് പറഞ്ഞിരിക്കുന്നത്. അതിൽ വരുന്നതാണ് കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ്, അതേപോലെ കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സ്, കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പ്രോസസ്സ്, അതേപോലെ അഡിയബാറ്റിക് പ്രോസസ്സ്, ദെൻ പോളിട്രോപ്പിക് പ്രോസസ്സ്. ഇതിൽ അഡിയബാറ്റിക് പ്രോസസ്സ് ആൻഡ് പോളിട്രോപ്പിക് പ്രോസസ്സ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ബാക്കി 3 പ്രോസസ്സ് അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നോൺ ഫ്ലോ പ്രോസസ്സ് എന്ന് വെച്ചാൽ ക്ലോസ്ഡ് സിസ്റ്റമാണ്. ഓക്കെ, അതിലോട്ട് മാസ് എൻ്റർ ചെയ്യുന്നില്ല, മാസ് ലീവ് ചെയ്യുന്നില്ല. സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ എനർജി ഇൻട്രാക്ഷൻ മാത്രം ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ആൻഡ് വർക്ക്. ഓക്കെ, ആദ്യം കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ്, അതിനെ പറയുന്ന വേറൊരു പേര് ഐസോകോറിക് പ്രോസസ്സ്. എ ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ഈസ് കോൾഡ് ഐസോകോറിക് പ്രോസസ്സ്. An isocoric process results when a gas system is heated or cooled in an enclosed space. The pressure and temperature increases when heat is supplied to the system and decreases when heat is rejected by the system. ഒരു കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ് അത് നമുക്ക് എപ്പോഴാണ് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റുക? ഒരു റിജിഡ് വെസൽ, ഇതിൻ്റെ എല്ലാ ബൗണ്ടറിയും ഫിക്സഡ് ആണ്. ഓക്കെ, അതിനകത്ത് ഗ്യാസ് ഉണ്ട്. ഇതിനെ ഞാനിനി ഹീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ കൂൾ ചെയ്യുന്നു. ആ പ്രോസസ്സ് എന്തായിരിക്കും? കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സായിരിക്കും. ഗ്യാസ് കംപ്ലീറ്റ് ആ ഇൻസൈഡ് സ്പേസിൽ ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട്. ഇതിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വോളിയം ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. എല്ലാ ബൗണ്ടറിയും ഫിക്സഡ് ആണ്. ഡാഷ് ലൈൻ വെച്ച് കാണിച്ചിരിക്കുന്നതാണ് സിസ്റ്റം ബൗണ്ടറി. ഈ ഗ്യാസ് ആണ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ബൗണ്ടറിക്കും ഡിസ്പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഓക്കെ, ഈ ഒരു പ്രോസസ്സ് എന്തായിരിക്കും? കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സായിരിക്കും. മീൻസ് നമുക്കൊരു കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്യാൻ വേണ്ടി പറ്റുക? ഒരു വെസൽ, അതിൻ്റെ എല്ലാ ബൗണ്ടറിയും ഫിക്സഡ് ആണ്, മൂവിങ് അല്ല, എല്ലാ ബൗണ്ടറിയും ഫിക്സഡ് ആണ്. അതിനെ ഹീറ്റ് ചെയ്താലോ കൂൾ ചെയ്താലോ അതൊരു കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സായിരിക്കും. ഇവിടെ ഏതൊക്കെ പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്യുക? സിസ്റ്റത്തിനെ ഹീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ സിസ്റ്റം പുറത്തോട്ട് ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നു. ഈ ഒരു കേസിൽ ഏതൊക്കെ പാരാമീറ്റർ ഇതിൻ്റെ ചേഞ്ച് ചെയ്യുക? പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യുക. പ്രഷർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും, അതേപോലെ ടെമ്പറേച്ചറും ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു സിസ്റ്റം അതിലോട്ട് ഞാൻ ഹീറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രഷറും ടെമ്പറേച്ചറും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, വോളിയം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഇനി ഇതിൽ നിന്ന് ഹീറ്റ് പുറത്തോട്ട് പോകുന്ന സമയത്ത് പ്രഷറും ടെമ്പറേച്ചറും ഡിക്രീസ് ചെയ്യും. ഓക്കെ, അതിൻ്റെ പി വി ഡയഗ്രാം ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ട്. ഇപ്പം പ്രോസസ് 1 കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സാണ്. പി വി ഡയഗ്രാം ആയതുകൊണ്ട് അതൊരു വെർട്ടിക്കൽ ലൈൻ ആയിരിക്കും. ഇതിൽ ഏത് പ്രഷർ എടുക്കുന്നത്, 1ലെ പ്രഷറായാലും 2ലെ പ്രഷറായാലും സെയിം വോളിയം. ഓക്കെ, വോളിയം കോൺസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കണം. പി വി ഡയഗ്രത്തിൽ അതൊരു വെർട്ടിക്കൽ ലൈൻ ആയിരിക്കും. ഇത് 1 2ലോട്ട് പ്രോസസ്സ് കാണിച്ചിട്ട് അതെന്തായിരിക്കും? പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് 1 2 എന്ന് പറയുന്നത് ഹീറ്റിംഗ് ആയിരിക്കും, ഹീറ്റ് അഡീഷൻ പ്രോസസ്സ് ആയിരിക്കും. അതേപോലെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും. 1 2ലോട്ട് പോകുന്ന സമയത്ത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും. ഇതൊരു കൂളിംഗ് പ്രോസസ്സ് ആണെങ്കിൽ എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും കാണിക്കേണ്ടത്? ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് ആരോ കാണിക്കേണ്ടത്. പി വി ഡയഗ്രത്തിൽ ആരോ കാണിക്കണം. ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ഏത് ഡയഗ്രത്തിലായാലും ആരോ കാണിക്കണം. പ്രോസസ്സ് നടക്കുന്ന ഡയറക്ഷൻ ആരോ ഇട്ട് കാണിക്കണം. ഒരു കൂളിംഗ് പ്രോസസ്സാണെങ്കിൽ 2 to 1 ആണ് ഞാൻ ആരോ ഇടേണ്ടത്. 2 ഞാൻ അഗെയിൻ കൂൾ ചെയ്യുന്നു. 1 2ലോട്ട് ഹീറ്റ് ചെയ്തു. ഇനി കൂൾ ചെയ്യുന്ന സമയത്ത് ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് ആരോ കാണിക്കേണ്ടത്. ഓക്കെ, ഇനി ഇതിൻ്റെ പി വി ടി റിലേഷൻ, അതേപോലെ വർക്ക് ഡണ്ണിൻ്റെ വാല്യൂ എന്താണ്, ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എന്താണ്, ഹീറ്റ് ട്രാൻസ്ഫർ എന്താണ്, ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത് കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സിൽ. കൺസിഡർ m കിലോഗ്രാം ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് ഹീറ്റഡ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ഫ്രം ഇനീഷ്യൽ സ്റ്റേറ്റ് 1 to ഫൈനൽ സ്റ്റേറ്റ് 2. ഒരു m കിലോഗ്രാം ഓഫ് ഐഡിയൽ ഗ്യാസ് ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഹീറ്റിംഗ് ആണ്. ഓക്കെ, 1 ഇനീഷ്യൽ കണ്ടീഷൻ ഹീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പ്രഷർ ഇൻക്രീസിങ് ഡയറക്ഷനിലോട്ട് പോകണം. ഓക്കെ, ഇനി ഇവിടെ ഞാൻ കൂളിംഗ് ആണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഡൗൺവേർഡ് ഡയറക്ഷനിലായിരിക്കും വരേണ്ടത്. ഓക്കെ, ഹീറ്റിംഗ് ആയതുകൊണ്ട് 1 2. ഓക്കെ, പി വി ടി റിലേഷൻ, പെർഫെക്റ്റ് ഗ്യാസ് റിലേഷൻ നമുക്കറിയാം. പ്രോസസ് 1 2 ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ P1 V1/T1 ഈസ് ഈക്വൽ ടു P2 V2/T2 നമുക്ക് അറിയുന്ന റിലേഷനാണ്. ജനറൽ ഏത് ഐഡിയൽ ഗ്യാസിനായാലും ഒരു പ്രോസസ്സിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന റിലേഷൻ, അല്ലെങ്കിൽ PV/T ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന റിലേഷൻ. ഓക്കെ, ഈ ഒരു പ്രോസസ്സിന് അപ്ലൈ ചെയ്യുന്നത് ഇതൊരു കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ് ആയതുകൊണ്ട് 1ലെ വോളിയം 2ലെ വോളിയം സെയിം, V1 ഈസ് ഈക്വൽ ടു V2. ഓക്കെ,
ഈ ഇക്വേഷൻ അങ്ങനെ മാറും, P1/T1 ഈസ് ഈക്വൽ ടു P2/T2 ആയി മാറും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, P/T, ഈ P1/T1 ഈസ് ഈക്വൽ ടു P2/T2, ദാറ്റ് ഈസ് ഈക്വൽ ടു P/T എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ് നമുക്ക് അങ്ങനെ പറയാം, P/T ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇനി വർക്ക് ഡൺ, ഡിസ്പ്ലേസ്മെൻറ്റ് വർക്ക് അല്ലെങ്കിൽ PdV വർക്ക്, അതങ്ങനെ കണ്ടുപിടിക്കുക. ഫോർ എ പ്രോസസ് 1 to W12 ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 1 to 2 PdV. ഓക്കെ, ഇത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ, ഈ ഒരു ക്വാണ്ടിറ്റി ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ പ്രഷർ ആസ് എ ഫങ്ഷൻ ഓഫ് വോളിയം റിലേഷൻ അറിഞ്ഞിരിക്കണം. പക്ഷേ ഈ ഒരു കേസിലോട്ട് വരുന്ന സമയത്ത് കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ് ആയതുകൊണ്ട് ചേഞ്ച് ഇൻ വോളിയം എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, ഇവിടെ വോളിയത്തിന് ചേഞ്ച് ഇല്ല, ഏതൊരു ബൗണ്ടറിയും ഡിസ്പ്ലേസ് ചെയ്യുന്നില്ല. PdV വർക്ക് എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെൻറ്റ് വർക്കാണ്. ഓക്കെ, ഇവിടെ ഒരു ബൗണ്ടറിയും ഡിസ്പ്ലേസ് ചെയ്യുന്നില്ല, കോൺസ്റ്റൻറ്റ് വോളിയമാണ്. അന്നേരം വോളിയം കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് dV ഈസ് ഈക്വൽ ടു 0. ഇവിടെ dV 0 ആവുന്ന സമയത്ത് W12 ഈസ് ഈക്വൽ ടു 0. അല്ലെങ്കിൽ ഒരു കർവ്, PV ഡയഗ്രത്തിലുള്ള ഒരു കർവ്, അതിൻ്റെ അണ്ടറിലുള്ള ഏരിയ എന്ന് പറയുന്ന വർക്ക് ഡൺ ആണ്. ഓക്കെ, ഏരിയ അണ്ടർ എ കർവ് ഓൺ PV ഡയഗ്രാം റെപ്രസെൻറ്റ്സ് ദി വർക്ക് ഡൺ. ഇവിടെ ഇതാണ് നമ്മുടെ കർവ്, ഇവിടെ അതിൻ്റെ അണ്ടറിൽ വരുന്ന ഏരിയ എന്താണ്, 0 ആണ്. അത് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും. വർക്ക് ഡൺ, ഡിസ്പ്ലേസ്മെൻറ്റ് വർക്കിൻ്റെ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ് ഈസ് 0. അടുത്തത് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. ഓക്കെ, ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഫോർ ആൻ ഐഡിയൽ ഗ്യാസ് DU ഈസ് ഈക്വൽ ടു CV ഇൻറ്റു DT. ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ട എക്സ്പ്രഷനാണിത്. ഓക്കെ, ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ ഇൻറ്റേർണൽ എനർജി ഈസ് എ ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ഓൺലി. ഇനി പ്രോസസ് 1 to ഇത് അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രൽ 1 to 2 DU ഈസ് ഈക്വൽ ടു CV. CV എന്ന് പറഞ്ഞത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ ആയിട്ട് ഫോർ ആൻ ഐഡിയൽ ഗ്യാസ് കൺസിഡർ ചെയ്യുന്നത്. CV ഇൻറ്റു ഇൻ്റഗ്രൽ 1 to 2 DT. ഓക്കെ, ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് എന്താണ്, സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇറ്റ് ഈസ് എ പോയിൻറ്റ് ഫംഗ്ഷൻ. നമുക്ക് എന്താ എഴുതാൻ വേണ്ടി പറ്റും, ഇൻ്റഗ്രൽ 1 to 2 DU ഈസ് ഈക്വൽ ടു U2 മൈനസ് U1 ഈസ് ഈക്വൽ ടു CV ഇൻറ്റു ടെമ്പറേച്ചറും സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്, പോയിൻറ്റ് ഫംഗ്ഷനാണ്. അതുകൊണ്ട് നമുക്ക് T2 മൈനസ് T1 എന്ന് എഴുതാം. സ്പെസിഫിക് ഇൻറ്റേർണൽ എനർജി എന്ന് വെച്ചാൽ ടോട്ടൽ ഇൻറ്റേർണൽ എനർജി ഡിവൈഡ് ബൈ മാസ് ആണ്. ഞാൻ ഇക്വേഷനെ ത്രൂ ഔട്ടായിട്ട് മാസിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്ത് കിട്ടും, M ഇൻറ്റു സ്മോൾ u എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ U മീൻസ് U2 മൈനസ് U1 ഈസ് ഈക്വൽ ടു M ഇൻറ്റു CV ഇൻറ്റു T2 മൈനസ് T1. ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജിയാണ് U2 മൈനസ് U1, ദാറ്റ് ഈസ് ഈക്വൽ ടു MCV ഇൻറ്റു T2 മൈനസ് T1. ഓക്കെ, ഇനി ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രോസസ്സിലെ ഹീറ്റ് ട്രാൻസ്ഫർ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് അറിയാം. ഫോർ എ പ്രോസസ്, ഓക്കെ, ക്ലോസ്ഡ് സിസ്റ്റം അണ്ടർഗോയിങ് എ പ്രോസസ്, അങ്ങനെ ഏതാ, ΔQ ഈസ് ഈക്വൽ ടു DU പ്ലസ് ΔW. ഓക്കെ, ഇവിടെ നോർമൽ നമ്മളെ ജനറൽ ഇക്വേഷൻ എന്തായിരുന്നു, ΔQ ഈസ് ഈക്വൽ ടു DE ആയിരുന്നു, എനർജി ആയിരുന്നു, ടോട്ടൽ സ്റ്റോർഡ് എനർജി പ്ലസ് ΔW. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സ്റ്റേഷനറി ക്ലോസ്ഡ് സിസ്റ്റമാണ്. അതിൻ്റെ ചേഞ്ച് ഇൻ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജിയാണ്. ഓൾറെഡി ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് ആണ്. മീൻസ് ΔQ ഈസ് ഈക്വൽ ടു DU പ്ലസ് ΔW. ഓക്കെ, ഹീറ്റും വർക്കും എന്താണ്, പാത്ത് ഫങ്ഷൻസ് ആണ്, പോയിന്റ് ഫങ്ഷൻസ് അല്ല, പാത്ത് ഫങ്ഷൻസ് ആണ്. അത് സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടി അല്ല, ഇൻഎക്സാക്റ്റ് ഡിഫറൻഷ്യലാണ്. അതുകൊണ്ടാണ് ΔQ ആൻഡ് ΔW. ഓക്കെ, DU എന്ന് പറയുന്നത് ഇൻറ്റേർണൽ എനർജി സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്, പോയിന്റ് ഫങ്ഷനാണ്. ഓക്കെ, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ കിട്ടും ഫോർ എ പ്രോസസ് 1 to Q12 ഈസ് ഈക്വൽ ടു U2 മൈനസ് U1 പ്ലസ് W12. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് Q2 മൈനസ് Q1 എഴുതാൻ വേണ്ടി പാടില്ല, അത് ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ജസ്റ്റ് Q12 ഈസ് ഈക്വൽ ടു U2 മൈനസ് U1 പ്ലസ് W12. ഇപ്പോൾ കോൺസ്റ്റൻ്റ് വോളിയം പ്രോസസ് ആയതുകൊണ്ട് വർക്ക് ഡൺ എന്തായിരുന്നു, 0 ആയിരുന്നു. മീൻസ് Q12 ഈസ് ഈക്വൽ എന്ത് വരും, ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി, അല്ലെങ്കിൽ Q12 ഈസ് ഈക്വൽ ടു MCV ഇൻറ്റു T2 മൈനസ് T1. ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജിയുടെ എക്സ്പ്രഷനാണിത്. ഓക്കെ, അടുത്തത് കോൺസ്റ്റൻ്റ് പ്രഷർ അല്ലെങ്കിൽ ഐസോബാറിക് പ്രോസസ്. എ ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം അറ്റ് കോൺസ്റ്റൻ്റ് പ്രഷർ ഈസ് കോൾഡ് ഐസോബാറിക് പ്രോസസ്. An isobaric process can be carried out in a piston cylinder assembly with the piston loaded with a constant dead weight. നമുക്ക് ഒരു ഐസോബാറിക് പ്രോസസ്സ് അതങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഐസോബാറിക് മീൻസ് കോൺസ്റ്റൻറ്റ് പ്രഷറാണ്. ആ പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യുന്ന സമയത്ത് പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, എൻ്റെ PV ഡയഗ്രം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോൺസ്റ്റൻറ്റ് പ്രഷർ ഹീറ്റ് അഡീഷൻ്റെയാണ് കാണിച്ചിരിക്കുന്നത്.
ഈ ഒരു പ്രോസസ്സ് കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സ് ആണെങ്കിൽ പി വി ഡയഗ്രത്തിൽ അത് ഒരു ഹൊറിസോണ്ടൽ ലൈനായിരിക്കും. ഓക്കെ, ഇതൊരു ഹൊറിസോണ്ടൽ ലൈനാണ്. ഏത് വോളിയം എടുത്താലും എന്താണ്, പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ ചേഞ്ചിങ് പാരാമീറ്റർ എന്ന് പറയുന്നത് വോളിയം ആൻഡ് ടെമ്പറേച്ചറാണ്. പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്നത്. ഓക്കെ, ഇതൊരു കോൺസ്റ്റൻറ്റ് പ്രഷർ ഹീറ്റ് അഡീഷൻ പ്രോസസ്സാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഹീറ്റ് റിജക്ഷൻ ആണെങ്കിലോ ഈ ഒരു ഡയറക്ഷനിൽ വരണം. ഓക്കെ, ഈ കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടി ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻ്റ് ഉണ്ട്, ഒരു ഡെഡ് വെയിറ്റ്. ഓക്കെ, ഈ ഒരു അറേഞ്ച്മെൻറ്റിലാണ് കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സ് ചെയ്യുന്നത്. അതങ്ങനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വെൻ ദ gaseous system is supplied heat, there occurs an increase in temperature and volume of gas, and the piston is pushed outwards, maintaining a constant gas pressure. ഓക്കെ, ഇനീഷ്യലി ഈ ഗ്യാസിൻ്റെ പ്രഷർ പി ആണെന്ന് നോക്കുക. ഓക്കെ, ഇനീഷ്യലി ഗ്യാസിൻ്റെ പ്രഷർ പി ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാവും, ഈ ഗ്യാസ് ഈ പിസ്റ്റൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ടാവും. ഇതിൻ്റെ ഗ്യാസിൻ്റെ പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ പിസ്റ്റൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് അത് എക്സേർട്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ആ ഫോഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ പിസ്റ്റൺ നോർമലി ഔട്ട്വേർഡ് ഡയറക്ഷനിൽ തള്ളിപ്പോകേണ്ടതാണ്. അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡെഡ് വെയിറ്റ് വെച്ചിട്ടുണ്ട്. ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആ ഡെഡ് വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ടാവും, വെയിറ്റ്. ഓക്കെ, അപ്വേർഡ് ഡയറക്ഷനിൽ ഗ്യാസിൻ്റെ ഗ്യാസ് പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും. ഡൗൺവേർഡ് ഡയറക്ഷനിൽ പിസ്റ്റൻ്റെ വെയിറ്റ് പ്ലസ് ഡെഡ് വെയിറ്റ് അതായിരിക്കും ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇനീഷ്യലി അത് ബാലൻസ്ഡ് ആയിരിക്കും. ഈ ഗ്യാസ് ഫോഴ്സ് അപ്വേർഡ് ഡയറക്ഷനിലെ ഗ്യാസ് ഫോഴ്സും ഡൗൺവേർഡ് ഡയറക്ഷനിലെ പിസ്റ്റൻ്റെയും ഡെഡ് വെയിറ്റിൻ്റെയും ഫോഴ്സ് എല്ലാം വെയിറ്റാണ് അവിടെ ഫോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നത്. അത് രണ്ടും ബാലൻസ്ഡ് ആണ്, അല്ലെങ്കിൽ അത് ഇക്വിലിബ്രിയം ഓഫ് ഫോഴ്സ് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഗ്യാസിനെ ഹീറ്റ് ചെയ്യുന്നു. ഗ്യാസിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പിസ്റ്റൺ മൂവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, പിസ്റ്റണെ സ്റ്റേഷനറി ആയിട്ട് തന്നെ വെക്കുന്നതെങ്കിൽ പിന്നെ അത് കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ് ആയിരിക്കും. ഓക്കെ, ആ സമയത്ത് കോൺസ്റ്റൻറ്റ് വോളിയത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് പ്രഷർ ഇൻക്രീസ് ചെയ്യും. പക്ഷേ നമുക്ക് ഇവിടുത്തെ പ്രോസസ്സ് എന്താണ്, കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സാണ്. ഓക്കെ, ഇവിടെ നിന്ന് സംഭവിക്കുന്ന നോക്കാം. ഞാൻ ഇതിനെ ഹീറ്റ് ചെയ്തു. ഇതിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നോർമലി ഇതിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ആ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യും, ഇവിടെ ആ ഫോഴ്സിൻ്റെ ബാലൻസ് നഷ്ടപ്പെട്ടു. ഡൗൺവേർഡ് ഡയറക്ഷനിലെ ഫോഴ്സും അപ്വേർഡ് ഡയറക്ഷനിലെ ഫോഴ്സും ഇനീഷ്യലി ഈക്വൽ ആയിരുന്നു. ഇത് ഹീറ്റ് ചെയ്യുന്ന സമയത്തിൻ്റെ പ്രഷർ ചെറിയൊരു പ്രഷർ ഇൻക്രീസ് വരുന്ന സമയത്ത് തന്നെ ഈ ഗ്യാസ് ഫോഴ്സ് അപ്വേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഗ്യാസ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ആ ഗ്യാസ് ഫോഴ്സ് എന്ത് ചെയ്യും, പിസ്റ്റണെ മുകളിലോട്ട് തള്ളും. ഓക്കെ, പിസ്റ്റണെ മുകളിലോട്ട് തള്ളും. പിസ്റ്റണെ മുകളിലോട്ട് തള്ളുന്ന സമയത്ത് ഇതിൻ്റെ ബൗണ്ടറി ഡിസ്പ്ലേസ് ചെയ്തു, വോളിയം ഇൻക്രീസ് ചെയ്തു. ആ സമയത്ത് എന്തായി, ആ പ്രഷർ ഇനീഷ്യൽ വാല്യൂവിലോട്ട് തന്നെ വന്നു. ഗ്യാസിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പിസ്റ്റണെ മുകളിലോട്ട് തള്ളി. പിസ്റ്റണെ മുകളിലോട്ട് തള്ളുന്ന സമയത്ത് വോളിയം ഇൻക്രീസ് ചെയ്തു. ആ പ്രഷർ ആ ഇനീഷ്യൽ വാല്യൂവിലോട്ട് തന്നെ വന്നു. ഓക്കെ, ഇതിനെ മുകളിലോട്ട് ഇൻഡെഫിനിറ്റ് ആയിട്ട് തള്ളാൻ വേണ്ടി പറ്റൂല. കാരണം എന്താ, ഡൗൺവേർഡ് ഡയറക്ഷനിൽ ഈ ഡെഡ് വെയിറ്റ് പ്ലസ് പിസ്റ്റൻ്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, മീൻസ് ആ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനെ ഈ പിസ്റ്റണെ പുറത്തോട്ട് തള്ളിയിട്ട് ആ ഇനീഷ്യൽ പ്രഷർ പിയിലോട്ട് തന്നെ ആ ഗ്യാസ് വന്നു. ഓക്കെ, പിന്നെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ പ്രഷർ ഗ്യാസിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെറുങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ചെറിയ ഇൻക്രീസ് വരുന്ന സമയത്ത് തന്നെ പിസ്റ്റണെ പുറത്തോട്ട് തള്ളി. പിസ്റ്റണെ പുറത്തോട്ട് തള്ളിയിട്ട് അതിൻ്റെ പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി മെയിൻറ്റെയിൻ ചെയ്തു. വോളിയം ഇൻക്രീസ് ഉണ്ടാവും. ഓക്കെ, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. കോൺസ്റ്റൻ്റ് പ്രഷർ പ്രോസസ് ഹീറ്റിങ്ങിൽ വോളിയം ഇൻക്രീസ് ചെയ്തു. ഓക്കെ, ഡ്യൂറിങ് ഐസോബാറിക് പ്രോസസ് ബോത്ത് വോളിയം ആൻഡ് ടെമ്പറേച്ചർ ചേഞ്ചസ്. വെൻ ഹീറ്റ് ഈസ് ആഡഡ് ടു ദ സിസ്റ്റം ഇറ്റ്സ് ടെമ്പറേച്ചർ ആൻഡ് വോളിയം ഇൻക്രീസസ്, ആൻഡ് വെൻ ഹീറ്റ് ഈസ് റിമൂവ്ഡ് ഫ്രം ദ സിസ്റ്റം ഇറ്റ്സ് ടെമ്പറേച്ചർ ആൻഡ് വോളിയം ഡിക്രീസസ്. ഓക്കെ, സിസ്റ്റത്തിലോട്ട് ഹീറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തു, വോളിയം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്ന സമയത്ത്, പുറത്തോട്ട് ഹീറ്റ് പോകുന്ന സമയത്ത് പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ആ സമയത്ത് എന്താണ്, വോളിയം ഡിക്രീസ് ചെയ്യും, ടെമ്പറേച്ചറും ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് ഒരു കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഇനി അതിൻ്റെ റിലേഷൻസ് നോക്കാം. കൺസിഡർ m കിലോഗ്രാം ഓഫ് എ ഗ്യാസ് ഹീറ്റഡ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഫ്രം ഇനീഷ്യൽ സ്റ്റേറ്റ് 1 ടു ഫൈനൽ സ്റ്റേറ്റ് 2. പി വി ടി റിലേഷൻ എന്തായിരിക്കും, P1 V1 by T1 is equal to P2 V2 by T2. P1 is equal to P2 കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സാണ്. മീൻസ് V1 by T1 is equal to V2 by T2 കിട്ടും. അല്ല നമുക്ക് എന്ത് എഴുതാം, V by T is equal to എ കോൺസ്റ്റൻറ്റ് എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഇനി വർക്ക് ഡൺ W12 ഡിസ്പ്ലേസ്മെൻറ്റ് വർക്കാണ്. ഇൻ്റഗ്രൽ 1 to 2 PdV. ഓക്കെ, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു റിലേഷൻ
നമ്മൾ ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ പ്രഷറിൻ്റെ വാല്യൂ ആസ് എ ഫംഗ്ഷൻ ഓഫ് വോളിയം അറിയണം, എന്നാലേ കാൽക്കുലേറ്റ് ചെയ്യാനാവുള്ളൂ. ഇവിടെ പ്രഷർ നമുക്ക് എന്താണ് കോൺസ്റ്റൻ്റ് ആണെന്ന് തന്നിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇൻ്റഗ്രേഷന് പുറത്തോട്ട് എടുക്കാം. ഓക്കെ, ഇൻ്റഗ്രേഷനെ പുറത്തോട്ട് എടുത്തു. പിന്നെ ഇൻ്റഗ്രൽ 1 to 2 dv ആണ്. dvനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ v കിട്ടും. 2ലെ വോളിയമാണ്, 2ലെ വോളിയം എന്ന് പറയുന്നത് v2, ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന 1ലെ വോളിയം എന്ന് വെച്ചാൽ v1. എന്ത് കിട്ടും? w12 ഈസ് ഈക്വൽ ടു p ഇൻറ്റു v2 മൈനസ് v1, ലിമിറ്റ് അപ്ലൈ ചെയ്താൽ. ഓക്കെ, നമുക്കറിയാം ഏരിയ അണ്ടർ എ കർവ് ഓൺ പി വി ഡയഗ്രാം റെപ്രസെൻറ്റ്സ് ദി വർക്ക് ഡൺ. ഇപ്പം നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു v2 മൈനസ് v1. അത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഈ ഒരു ഏരിയക്ക് ഈക്വൽ ആയിരിക്കും. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതൊരു റെക്ടാങ്കുലർ ഷേപ്പാണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ, ഈ ഒരു പ്രഷർ പി, ആ പ്രഷർ പി എന്ന് വെച്ചാൽ ഈ ഒരു സൈഡാണ് റെപ്രസെൻറ്റ് ചെയ്യുന്ന പ്രഷറിന്. ഈ ഒരു വാല്യൂ എന്തായിരിക്കും വരുന്നത്? v2 മൈനസ് v1. ഇവിടുത്തെ വോളിയം v2, ഇവിടുത്തെ വോളിയം, ഈ ഒരു വോളിയം v1, v2 മൈനസ് v1. ഇത് v2 മൈനസ് v1, ഇത് പ്രഷർ പി. അത് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുന്നത്? ഈ ഒരു ഏരിയ ആണ് വരുന്നത്. അത് തന്നെയാണ് നമ്മളെ വർക്ക് ഡൺ എന്ന് പറയുന്നതും. ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി നേരത്തെ ചെയ്ത മാതിരി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? mcv ഇൻറ്റു t2 മൈനസ് t1. ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ് ആയാലും m ഇൻറ്റു cv ഇൻറ്റു t2 മൈനസ് t1 തന്നെ കിട്ടും. ഇനി ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കണം. ഓക്കെ, അഗെയിൻ ഫസ്റ്റ് ലോ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന Q12 ഈസ് ഈക്വൽ ടു u2 മൈനസ് u1 പ്ലസ് w12. വർക്ക് ഡൺ നമ്മൾ എന്ത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്? p ഇൻറ്റു v2 മൈനസ് v1 കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് എക്സ്പാൻഡ് ചെയ്ത് എന്ത് കിട്ടും? pv2 മൈനസ് pv1. ലെഫ്റ്റ് സൈഡിലെ സെയിം തന്നെ. ഇനി ഒരു കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ് ആയതുകൊണ്ട് p ഈസ് ഈക്വൽ ടു p1 ഈസ് ഈക്വൽ ടു p2 ആയിരിക്കും. ഈ പിൻ്റെ സ്ഥാനത്ത് ഞാൻ p2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഈ പിൻ്റെ സ്ഥാനത്ത് ഞാൻ p1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മാറ്റമൊന്നുമില്ല, സെയിം പ്രഷർ തന്നെയാണ്. ഓക്കെ, അതിനുശേഷം ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. Q12 ഈസ് ഈക്വൽ ടു 2ൻ്റെ വരുന്ന ടേംസിൽ ഒന്നിച്ചാക്കി u2 പ്ലസ് p2 v2 മൈനസ് u1 പ്ലസ് p1 v1. u പ്ലസ് പി വി എന്താണ്? ഇൻറ്റേർണൽ എനർജി ആൻഡ് പ്രഷർ വോളിയം പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എൻതാൾപ്പി ആണ്. ഓക്കെ, Q12 ഈസ് ഈക്വൽ ടു h2 മൈനസ് h1. ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ എൻതാൾപ്പി ആണ്. ഓക്കെ, ഇനി എൻതാൾപ്പിക്ക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. ഐഡിയൽ ഗ്യാസിന് നമുക്കറിയാം DH ഈസ് ഈക്വൽ ടു CP dt ആണ്. ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ട എക്സ്പ്രഷനാണിത്. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ഫോർ പ്രോസസ് 1 ടു ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന എൻതാൾപ്പി എന്ന് പറയുന്ന സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഇൻ്റഗ്രൽ 1 to 2 DH ഈസ് ഈക്വൽ ടു CP ഇൻറ്റു ഇൻ്റഗ്രൽ 1 to 2 dt. CP ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ, അതുകൊണ്ട് ഇൻ്റഗ്രേഷന് പുറത്തെടുക്കുന്നത്. h2 മൈനസ് h1 ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ h2 മൈനസ് h1 CP ഇൻറ്റു t2 മൈനസ് t1. ഓക്കെ, എൻതാൾപ്പി പ്രോപ്പർട്ടി ആയതുകൊണ്ട് നമുക്ക് h2 മൈനസ് h1 എഴുതാം. ടെമ്പറേച്ചറും പ്രോപ്പർട്ടിയാണ്. ഇതിന് സ്മോൾ h സ്പെസിഫിക് എൻതാൾപ്പി എന്ന് വെച്ചാൽ ക്യാപിറ്റൽ H/m ആണ്. ത്രൂ ഔട്ട് മാസിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? h2 മൈനസ് h1 ഈസ് ഈക്വൽ ടു mcp ഇൻറ്റു t2 മൈനസ് t1. നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ എന്തായിരുന്നു? Q12 ഈസ് ഈക്വൽ ടു h2 മൈനസ് h1 ആയിരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു m ഇൻറ്റു CP ഇൻറ്റു t2 മൈനസ് t1. ഓക്കെ, ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അടുത്തത് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പ്രോസസ്സ് അല്ലെങ്കിൽ ഐസോതെർമൽ പ്രോസസ്സ്. എ ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഈസ് കോൾഡ് ഐസോതെർമൽ പ്രോസസ്സ്. ഹിയർ ദ ചേഞ്ചിങ് വേരിയബിൾസ് ആർ പ്രഷർ ആൻഡ് വോളിയം. ഐസോതെർമൽ പ്രോസസ്സിൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ചേഞ്ച് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് എന്ന് പറയുന്ന ആരൊക്കെയാണ്? പ്രഷർ ആൻഡ് വോളിയം. ഓക്കെ, an isothermal process can be performed in a piston cylinder assembly which is in contact with a constant temperature reservoir on one side and other sides of the piston cylinder arrangement is insulated. ഒരു കോൺസ്റ്റൻറ്റ് വോളിയം കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പ്രോസസ്സ് ചെയ്യണം. ആ ഒരു പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി മെയിൻറ്റെയിൻ ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഓൾറെഡി കാർനോട്ട് സൈക്കിൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ടാവും. പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻ്റ് ഉണ്ട്. അതിൻ്റെ ആ ഒരു സിലിണ്ടറിൻ്റെ ഒരു സൈഡ് ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ റിസർവോയർ ആണ്, ഒരു തെർമൽ റിസർവോയർ. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലുള്ള തെർമൽ റിസർവോയർ. തെർമൽ റിസർവോയറിൻ്റെ ഫീച്ചർ എന്തായിരിക്കും? അതിൽ നിന്ന് എത്ര ഹീറ്റ് എടുത്താലും അതിലോട്ട് എത്ര ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്താലും അതിൻ്റെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കും. അതാണ് തെർമൽ റിസർവോയർ. ഇൻഫൈനൈറ്റ് തെർമൽ കപ്പാസിറ്റിയാണ്. ഓക്കെ, ആ സിലിണ്ടറിൻ്റെ ഒരു സൈഡ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ റിസർവോയർ ഉണ്ട്, ബാക്കി എല്ലാ സൈഡ്സും ഇൻസുലേറ്റഡ് ആണ്. അഡയബാറ്റിക് വാൾസ് ആണ്. ഇത് അഡയബാറ്റിക് വാളാണ്, ഇത് അഡയബാറ്റിക് വാളാണ്. പിസ്റ്റണും അഡയബാറ്റിക് ആണ്. ഓക്കെ, ഇനി എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നത്?
ഇനീഷ്യലി ഈ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ റിസർവോയറിന് ഒരു ടെമ്പറേച്ചർ ഉണ്ടാവും. അതുതന്നെയായിരിക്കും നമ്മളെ ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ. ഇത് കോണ്ടാക്ട് വരുന്ന സമയത്ത് ഇതിൻ്റെ ടെമ്പറേച്ചർ T ആണെന്ന് വെച്ചോ. അത് ഈ ഗ്യാസുമായിട്ട്, ഇതാണ് നമ്മളെ സിസ്റ്റം, ഗ്യാസുമായിട്ട് കോണ്ടാക്ട് വരുന്ന സമയത്ത് എന്തായിരിക്കും, ടൈം പാസ് ചെയ്യുന്നതിനനുസരിച്ച് ഇത് രണ്ടും തെർമൽ ഇക്വിലിബ്രിയത്തിലെത്തും. ഓക്കെ, ഇത് ഡയറക്റ്റ് തമ്മിൽ ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, മീൻസ് ഇതിൻ്റെ ടെമ്പറേച്ചറും കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ റിസർവോയറിൻ്റെ ടെമ്പറേച്ചർ നമ്മളെ ഗ്യാസിൻ്റെ ടെമ്പറേച്ചറും സെയിം ആയിരിക്കും. അത് T ആണെന്ന് വിചാരിക്കുക, ബിക്കോസ് രണ്ടും തെർമൽ ഇക്വിലിബ്രിയത്തിലാണ് ഉള്ളത്. ഓക്കെ, ഇനീഷ്യലി ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെങ്കിലും ഹീറ്റ് ട്രാൻസ്ഫർ നടന്നിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലെത്തും. അതായത് ദ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ റിസർവോയർ ആൻഡ് ഗ്യാസ് ഇൻ ദ സിലിണ്ടർ ആർ ഇൻ തെർമൽ ഇക്വിലിബ്രിയം ആൻഡ് ഹാവിങ് എ ടെമ്പറേച്ചർ T. ഇനി പിസ്റ്റൺ മൂവ് ചെയ്യുന്നു, പിസ്റ്റൺ ഔട്ട്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന സമയത്ത് നോർമലി ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നു. ഓക്കെ, പിസ്റ്റൺ ഔട്ട്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന സമയത്ത് ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നു, വോളിയം ഇൻക്രീസ് ചെയ്യുന്നു, ഈ ഒരു ബൗണ്ടറി ഡിസ്പ്ലേസ് ചെയ്യും. ഓക്കെ, ആ സമയത്ത് എന്താണ് നോർമലി ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യും. ഓക്കെ, നോർമലി ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യും, ഒരു സ്മോൾ എമൗണ്ട് DT ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്തു. ആ സമയത്ത് തന്നെ എന്ത് ചെയ്യും, ആ ടെമ്പറേച്ചർ ഡിക്രീസ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റിസർവോയറിന് ഗ്യാസിലോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവും. ഓക്കെ, മീൻസ് ആ ടെമ്പറേച്ചർ Tയിലോട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഒരിക്കലും പറയാം, പിസ്റ്റൺ ഔട്ട്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന സമയത്ത് സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് ഗ്യാസ് എക്സ്പാൻഡ് ചെയ്തു, ആ സമയത്ത് നോർമലി ടെമ്പറേച്ചർ കുറയും. ഓക്കെ, പ്രഷറും കുറയും, ടെമ്പറേച്ചറും കുറയും. പക്ഷേ എന്താ, ആ ടെമ്പറേച്ചർ കുറയുന്ന സമയത്ത് തന്നെ, ചെറിയ കുറയുന്ന സമയത്ത് തന്നെ ഈ റിസർവോയറിന് ഗ്യാസിലോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് ആ സമയത്ത് എന്തായി, ഇത് തെർമൽ ഇക്വിലിബ്രിയത്തിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, ഇവിടെ ടെമ്പറേച്ചർ കുറയുന്ന സമയത്ത് ഈ ഹൈ ടെമ്പറേച്ചറിന് ഇതിലോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ നടന്നിട്ട് ഈ ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ ആ ഇനീഷ്യൽ ടെമ്പറേച്ചർ Tയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. അതായത് ഹീറ്റ് ദെൻ ഫ്ലോസ് ഫ്രം ദ റിസർവോയർ ടു ദ ഗ്യാസ് അണ്ടിൽ ഒറിജിനൽ ടെമ്പറേച്ചർ T ഈസ് റീസ്റ്റോർഡ്. മീൻസ് പിസ്റ്റൺ അങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്ത് പോകുന്ന സമയത്ത് ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് ഇതിൽ നിന്ന് ഇതിലോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ നടന്നിട്ട് എന്ത് ചെയ്യും, ഇതിൻ്റെ ടെമ്പറേച്ചർ ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ ആ T എന്ന് പറഞ്ഞ വാല്യൂവിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. ഇങ്ങനെയാണ് ഐസോതെർമൽ പ്രോസസ്സ് ചെയ്യുന്നത്. ഇനി ഇത് കംപ്രസ് ചെയ്യുന്ന സമയത്താണെങ്കിലോ, ഐസോതെർമൽ കംപ്രഷൻ, പിസ്റ്റൺ ഈ ഒരു ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിലോ ആ സമയത്ത് ഗ്യാസിനെ കംപ്രസ് ചെയ്യുന്നു. നോർമലി ഇതിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യേണ്ടതാണ്, സ്മോൾ എമൗണ്ട് ടെമ്പറേച്ചർ DT ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ആ സമയത്ത് തന്നെ ഗ്യാസിൽ നിന്ന് ഈ ടെമ്പറേച്ചർ റിസർവോയറിലോട്ട്, സിസ്റ്റത്തിന് പുറത്തോട്ട് റിസർവോയറിലോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ നടന്നിട്ട് ആ ഇനീഷ്യൽ ടെമ്പറേച്ചർ Tയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്തായാലും കംപ്രസ് ചെയ്യുന്ന സമയത്തായാലും, എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് റിസർവോയറിൽ നിന്ന് ഗ്യാസിലോട്ടാണ് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവുക, കംപ്രസ് ചെയ്യുന്ന സമയത്ത് ഗ്യാസിൽ നിന്ന് ഈ റിസർവോയറിലോട്ടാണ് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവുക. അതാണ് ഡിഫറൻസ്. ഓക്കെ, ഇനി റിലേഷൻസ് നോക്കാം. ഇവിടെ ഗ്രാഫ് ഐസോതെർമൽ പ്രോസസ്സ് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഇതൊക്കെ ഹയർ സെക്കൻഡറി ലെവലിൽ പഠിച്ചതാണ്. ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ നേച്ചർ എങ്ങനെ വരുന്നത്, PV റിലേഷൻ നോക്കാം. P1V1/T1 ഈസ് ഈക്വൽ ടു P2V2/T2. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആവുന്നതുകൊണ്ട് P1V1 ഈസ് ഈക്വൽ ടു P2V2. ദാറ്റ് ഈസ് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ പ്രൊഡക്റ്റ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഒരു PV ഡയഗ്രത്തിൽ ഈ ഒരു റിലേഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, ഒരു ഹൈപ്പർബോളിക് നേച്ചറിലെ കർവ് ആയിരിക്കും. ഓക്കെ, പ്രഷർ ആൻഡ് വോളിയം പ്രൊഡക്റ്റ് കോൺസ്റ്റൻ്റ് ആവണമെങ്കിൽ അതെന്തായിരിക്കണം, ഈ ഒരു നേച്ചറാണ് പോകേണ്ടത്. ഒന്ന് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ 1 നിന്ന് 2 വരുന്ന സമയത്ത് വോളിയം ഇൻക്രീസ് ചെയ്തു, കറസ്പോണ്ടിങ് ആയിട്ട് പ്രഷർ ഡിക്രീസ് ചെയ്തു, എന്നാൽ മാത്രമേ പ്രൊഡക്റ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുള്ളൂ. ഇതൊരു ഹൈപ്പർബോളിക് നേച്ചറാണ്. ഇതിൻ്റെ കർവ് എന്ന് പറയുന്നത് ഹൈപ്പർബോളിക് നേച്ചറാണ്. അതുകൊണ്ട് തന്നെ ഐസോതെർമൽ പ്രോസസ്സിന് ഹൈപ്പർബോളിക് പ്രോസസ്സ് എന്നും കൂടെ പറയലുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഈ ഒരു കർവിൻ്റെ അണ്ടറിലെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും, അവിടെ വർക്ക് ഡൺ ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, വർക്ക് ഡണ്ണിൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക. W12 ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 to 2 PdV ആണ്. ഐസോതെർമൽ പ്രോസസ്സ് ആയതുകൊണ്ട് P1V1 ഈസ് ഈക്വൽ ടു P2V2 ഈസ് ഈക്വൽ ടു PV ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇതിൽ നിന്ന് ഇത് രണ്ടും കൺസിഡർ ചെയ്യുക. P1V1 ഈസ് ഈക്വൽ ടു PV. ഓക്കെ, ഇക്വേഷനാണ്. ഇതിൽ നമുക്ക് എന്ത് എഴുതാൻ വേണ്ടി പറ്റും, P ഈസ് ഈക്വൽ ടു P1V1/V എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഇതും ഈ 1ഉം 3ഉം മാത്രം കൺസിഡർ ചെയ്താൽ ഈ കിട്ടിയ Pൻ്റെ എക്സ്പ്രഷൻ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അന്നേരം W12 ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 to 2 P1V1/V dV. P1V1 ആ പ്രൊഡക്റ്റ് എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ ഇൻ്റഗ്രേഷൻ്റെ പുറത്തോട്ട് എടുക്കുന്നത്. മീൻസ് W12 ഈസ് ഈക്വൽ ടു P1V1 ഇൻറ്റു ഇൻ്റഗ്രൽ 1 to 2 dV/V. ഓക്കെ, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് dx/xൻ്റെ ഇൻ്റഗ്രൽ എന്താണ്, ln x ആണ്. ഓക്കെ, P1V1 ln V. ലിമിറ്റ് 2ലെ വോളിയം എന്ന് വെച്ചാൽ V2 ആണ്, 1ലെ വോളിയം V1 ആണ്. ലിമിറ്റ് അപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും, W12 ഈസ് ഈക്വൽ ടു P1V1
ln v2 മൈനസ് ln v1 ആണ് കിട്ടുക. ഓക്കെ, മീൻസ് ln a മൈനസ് ln b എന്ന് വെച്ചാൽ ln a ബൈ b. ഓക്കെ, അതായത് ln v2 മൈനസ് ln v1 കിട്ടും. ഓക്കെ, അതുകൊണ്ട് w12 ഈസ് ഈക്വൽ ടു p1 v1 ln v2 ബൈ v1. ഇനി ഐസോതെർമൽ പ്രോസസ്സ് ആയതുകൊണ്ട് p1 v1 ഈസ് ഈക്വൽ ടു p2 v2 ആണ്. ഈ ഒന്നിക്കൽ നമുക്ക് എക്സ്പ്രഷൻ സമയത്ത് w12 ഈസ് ഈക്വൽ ടു p1 v1 ln v2 ബൈ v1 എഴുതാം, അല്ലെങ്കിൽ ഇവിടെ p2 v2 ln v2 ബൈ v1. എന്തായാലും സെയിം തന്നെയാണ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്താ മാറ്റം വരുത്താം? ഇതിൽ p1 ബൈ p2 കൊടുക്കുന്ന സമയത്ത് നമുക്ക് റേഷ്യോ v2 ബൈ v1 കിട്ടും. ഇവിടെ ഇല്ല v2 ബൈ v1 വരെ നമുക്ക് എന്ത് കൊടുക്കാം? p1 ബൈ p2 എന്നും കൊടുക്കുക. അതായത് w12 ഈസ് ഈക്വൽ ടു p1 v1 ln p1 ബൈ p2. ഇനി ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. ഓക്കെ, ഇൻറ്റേർണൽ എനർജി ഓഫ് എ ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ഓൺലി. ടെമ്പറേച്ചർ ചേഞ്ച് ഇല്ല, ഇൻറ്റേർണൽ എനർജി ചേഞ്ച് 0 ആയിരിക്കും. ഡയറക്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് എഴുതാം, ഇക്വേഷൻ ഒന്നും ആവശ്യമില്ല. ഇനി ഇക്വേഷൻ നോക്കിയാലോ, u2 മൈനസ് u1 ഈസ് ഈക്വൽ ടു mcv ഇൻറ്റു t2 മൈനസ് t1 ആണ് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. t1 ഉം t2 സെയിം ആയതുകൊണ്ട് ഈ ടേം 0 ആയി, u2 മൈനസ് u1 ഈസ് ഈക്വൽ ടു 0. ഇനി ഹീറ്റ് ട്രാൻസ്ഫർ. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അഗൈൻ q1t ഈസ് ഈക്വൽ ടു u2 മൈനസ് u1 പ്ലസ് w12. ഇത് ഈ ടേം എന്തായി? 0 ആയി. മീൻസ് q12 ഈസ് ഈക്വൽ ടു w12. സപ്ലൈ ചെയ്യുന്ന ഹീറ്റിന് ഇക്വലൻ്റ് എമൗണ്ട് ഓഫ് വർക്കാണ് ചെയ്യുന്നത്. ഓക്കെ, ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് മീൻസ് q12 ഈസ് ഈക്വൽ ടു w12 എന്താ? p1 v1 ln v2 ബൈ v1, അല്ലെങ്കിൽ p1 v1 ln p1 ബൈ p2. എന്തായാലും q12 ഈസ് ഈക്വൽ ടു w12 ആണ് ഐസോതെർമൽ പ്രോസസ്സിൽ.